സുന്നി മുസ്ലിമുകളുടെ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമാഅത്തുൽ ഖുത്ബയുടെ യുവജന സംഘം സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി കൊയിലാണ്ടിയിൽ ഡിസംബർ 6 ബുധനാഴ്ച നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ സാരഥികളുടെ യോഗത്തിൽ മിശ്ര വിവാഹത്തെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ സമുദായ സ്നേഹിയായ ഒരു നേതാവിന്റെ ആത്മനൊമ്പരങ്ങൾ ആയിരുന്നു. മുസ്ലിം പെൺകുട്ടികളെ CPM, DYFI, SFI നേതാക്കന്മാർ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ഇതിന് പാർട്ടി മൊത്തത്തിൽ പിന്തുണ കൊടുക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കൾ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതാണ് മതേതരത്വം എന്നാണ് CPMകാരുടെ ന്യായീകരണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മതങ്ങളെയും കൂട്ടിക്കുഴയ്ക്കുന്നതല്ല മതേതരത്വം. ഓരോ മതത്തിനും അതിൻ്റെതായ സത്വമുണ്ട്. ഇവിടെ ഓരോ മതത്തിലുള്ളവരും അവരുടെ മതത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്ന രീതിയാണുള്ളത്. മിശ്ര വിവാഹത്തിലൂടെ സംസ്കാരങ്ങളെ കൂട്ടിക്കലർത്തുന്നതിനുള്ള നീക്കങ്ങളെ ഞങ്ങൾ ശക്തമായി എതിർക്കും. അത്തരം വിവാഹങ്ങൾ മതത്തിന്റെ സത്ത നശിപ്പിക്കും. അവർ ഇത്തരം വിവാഹങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മതങ്ങളെ തകർക്കുന്നതിനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പ്രണയം. മുസ്ലിം പെൺകുട്ടികളുടെ സത്വം നശിപ്പിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ മഹൽ കമ്മിറ്റികൾ ജാഗ്രത പുലർത്തണം അദ്ദേഹം നിർദ്ദേശിച്ചു. എന്റെ ശരീരം എന്റെ തീരുമാനം പോലുള്ള SFIക്കാരുടെ നിലപാടുകളെ തങ്ങൾ അംഗീകരിക്കുന്നില്ല അദ്ദേഹം വ്യക്തമാക്കി. പ്രസംഗം വിവാദമായതിനെ തുടർന്ന് മുസ്ലിം പെൺകുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് ഫൈസി തന്നെ തന്റെ വാക്കുകൾ വിശദീകരിച്ചതായി വാർത്ത വന്നു. സംസ്ഥാനത്തെ പല CPM നേതാക്കളുടെയും മന്ത്രിമാരിൽ ചിലരുടെയും വരെ ഭാര്യമാരുടെ പേരുകൾ കൂടി ചേർത്ത് ആലോചിക്കുമ്പോൾ ഫൈസി പറഞ്ഞതിൽ പൊരുൾ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാകും. പല നേതാക്കളും വിവാഹം കഴിച്ചിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെയാണ്. മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ച ഹിന്ദു നേതാക്കന്മാരെ പോലെ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ച മുസ്ലിം നേതാക്കളുമുണ്ട്. അത്തരക്കാരും കേരളത്തിലെ മന്ത്രിസഭയിലും പാർട്ടിയുടെ ഉന്നത പദവികളിലും ഉണ്ട്. ഇങ്ങനെ വിവാഹിതരായ മുസ്ലിം പെൺകുട്ടികൾ വസ്ത്രധാരണത്തിലടക്കം പല കാര്യങ്ങളിലും തീവ്ര മുസ്ലിം നിലപാടുകൾ സ്വീകരിക്കുന്നവരും അല്ല. ഫൈസിയെ പോലുള്ളവർക്ക് അതിൽ ആശങ്ക തോന്നുക സ്വാഭാവികമാണ്. ഹൈന്ദവ പെൺകുട്ടികളായിരുന്നവരിൽ ചിലരെങ്കിലും മുസ്ലിം വേഷങ്ങൾ ധരിക്കുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഫൈസി പറയുന്നത് ലവ് ജിഹാദുകാരുടെ ഭാഷയാണ് എന്ന SFIക്കാരുടെ വാദം ശരിയല്ല. ക്രൈസ്തവരെങ്കിലും ലവ് ജിഹാദ് എന്ന് പറയുന്നത് മിശ്രവിവാഹത്തെ അല്ല. മിശ്രവിവാഹം കഴിക്കുന്നതിനെ ന്യായീകരിക്കാത്തപ്പോഴും അതിനെ ലവ് ജിഹാദ് എന്ന് അവർ വിളിക്കുന്നില്ല. പ്രണയം നടിച്ച് വശത്താക്കി വിവാഹം കഴിച്ച് ഉറ്റവരും ഉടയവരുമായി ഒരു ബന്ധത്തിനും അനുവദിക്കാതെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റും കൊണ്ടുപോകുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. സഖാക്കളെ വിവാഹം കഴിച്ച ഒരു യുവതിക്കും അത്തരം അനുഭവം ഉണ്ടായിരിക്കില്ല. ഇത്തരം വിവാഹങ്ങൾക്ക് പാർട്ടി പിന്തുണ കൊടുക്കുന്നു എന്ന വാക്കുകൾ എല്ലാ സമുദായങ്ങളും അനുഭവിച്ചിട്ടുള്ള ഭീകരതയാണ്. സാക്ഷാൽ ലവ് ജിഹാദുകാർക്കും സഖാക്കളുടെ പിന്തുണ കിട്ടിയിരുന്നു. കോടഞ്ചേരിയിലെ ജോത്സ്നയെ ഷെജിൻ വളച്ചുകൊണ്ടുപോയപ്പോൾ സംഭവം ലവ് ജിഹാദ് എന്ന് നാട്ടുകാർ കരുതും എന്ന് ഭയന്നത് അവരുടെ MLA ആയിരുന്ന ജോർജ് തോമസ് ആണ്. അതായിരുന്നു നാട്ടുകാരുടെ വികാരവും. ഇത്തരം ആരോപണങ്ങൾ ഗൂഢലക്ഷ്യത്തോടെയാണെന്ന ഫൈസിയുടെ ആരോപണം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെ വിവാഹിതരായി പോകുന്ന കുട്ടികളെ സമുദായത്തിനും കുടുംബത്തിനും പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നത് വാസ്തവമാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യകുലത്തെ പ്രത്യേകമായ വിധം വരമേൽപ്പിച്ചിരിക്കുന്നവരാണ് സ്ത്രീകൾ. അവരിൽ മാത്രമേ പുതിയ ജീവൻ പിറവിയെടുക്കുകയുള്ളൂ. അതിനുള്ള ജൈവ സംവിധാനം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് സമൂഹത്തിന്റെയും അസ്തിത്വം അവിടുത്തെ സ്ത്രീകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്ത്രീകളെ നഷ്ടപ്പെടുന്നത് സമൂഹത്തിന് വലിയ നഷ്ടമാണ്. പക്ഷെ ഒരു സമൂഹവും ഈ സത്യം മനസ്സിലാക്കി സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫൈസിയുടെ വാക്കുകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വല്ലാതെ ചീറിയടിച്ചപ്പോൾ തലസ്ഥാന നഗരിയിൽ നടന്ന ഒരു വനിതാ ഡോക്ടറുടെ ആത്മഹത്യ തന്നെ ഉദാഹരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിക്കുന്ന ഷഹനയാണ് ആത്മഹത്യ ചെയ്തത്. 26കാരിയായ ഈ യുവ മുസ്ലിം വനിതയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാറ്റിനും വലുത് പണമാണ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അവരുടെ വിവാഹം മാറിപ്പോയതാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ PG വിദ്യാർത്ഥികളിൽ ഒരാളായ ഡോക്ടർ റുവൈസും ഷഹനയും തമ്മിൽ നിശ്ചയിച്ചിരുന്ന വിവാഹം മാറിപ്പോയെന്നും
അതിന് കാരണം റുവൈസ് ആവശ്യപ്പെട്ട സ്ത്രീധനമായിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും അദ്ദേഹത്തെ മെഡിക്കൽ PG അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ആത്മഹത്യാ പ്രേരണയ്ക്ക് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആലോചനയുമായി വന്നവർ വിവാഹം ഉറപ്പിക്കുന്ന ഘട്ടമായപ്പോൾ 50 ലക്ഷം രൂപയും 150 പവനും ഒരു BMW കാറും സ്ത്രീധനമായി ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത. ബാപ്പ മരിച്ച ഞങ്ങൾക്ക് ഈ തുക ആരു തരാൻ, ഷഹന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി. പ്രചരിപ്പിക്കുന്ന വാർത്തകളൊന്നും വാസ്തവമല്ലെന്ന് റുവൈസ് പ്രതികരിച്ചിട്ടുണ്ട്. എങ്കിലും എന്തോ ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്ന വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ. കേരള വനിതാ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും ആരോഗ്യ വകുപ്പും എല്ലാം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആര് ഇടപെട്ടാലും ഷഹനയെ തിരിച്ചു കിട്ടില്ലല്ലോ. സ്വസമൂഹത്തിലെ വിവാഹ കമ്പോളത്തിലെ ഇത്തരം കച്ചവട രഹസ്യങ്ങൾ പല പെൺകുട്ടികളെയും മതം മാറി വിവാഹം കഴിക്കുന്നതിന് നിർബന്ധിക്കുന്നുണ്ട്. പെൺകുട്ടികളെ സമുദായത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. മതേതരത്വത്തെക്കുറിച്ച് ഫൈസി പറഞ്ഞതാണ് സത്യം. എല്ലാ മതങ്ങളെയും കൂട്ടിക്കുഴയ്ക്കുന്നതല്ല മതേതരത്വം. എല്ലാ മതത്തിനും അവരുടെ മതതത്വങ്ങളിൽ വിശ്വസിക്കാനും അതിന്റെ നന്മ പ്രചരിപ്പിക്കുവാനും മതവിശ്വാസം ഇല്ലാത്തവന് അങ്ങനെ ജീവിക്കുവാനും അവകാശമുള്ള അന്തരീക്ഷമാണ് മതേതരത്വം പുലർത്തുന്ന സമൂഹത്തിന്റെ കാതൽ. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നതും എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നതും ഒന്നിലും വിശ്വാസം ഇല്ലെന്നതിന്റെ തെളിവായി കാണാനാവും വിവരമുള്ളവർ പരിശ്രമിക്കുക. ഭാരതത്തിൽ ഓരോ മതത്തിലും ഉള്ളവർ ആ മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ഉള്ളതെന്ന സത്യം ഫൈസി ചൂണ്ടിക്കാണിക്കുന്നു. ഈ സത്യത്തിന് നേരെ ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നടത്തുന്നത് ഭാരതത്തിൽ ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിമുകളാണ്. ഈ പരാതി ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ശക്തമായി ഉണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്ന യുവതികളെ പിന്നെ മാതാപിതാക്കൾക്ക് പോലും കാണാനാവാതെ വരുന്നു എന്ന പരാതിയും ഉണ്ട്. സ്വന്തം സമുദായത്തിലെ യുവതികൾക്കു വേണ്ടി വാചാലമാകുന്ന ഫൈസി അന്യ സമുദായത്തിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുവരുന്ന സ്വന്തം സമുദായക്കാരോടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് പറയണം. മഹലുകൾ ഇത്തരക്കാരെയും നിയന്ത്രിക്കണം. ഭാരതത്തിൽ വിവാഹങ്ങൾ നടക്കുന്നത് ഓരോ സമുദായത്തിലാണ് എന്ന അദ്ദേഹം പറഞ്ഞ സത്യവും ആ സമുദായം അംഗീകരിക്കണം. മുസ്ലിം പെൺകുട്ടികളുടെ സത്വം നശിപ്പിക്കുന്ന ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾക്കെതിരെ മഹൽ കമ്മിറ്റികൾ ജാഗ്രത പുലർത്തണം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം പെൺകുട്ടികളെ അന്യ സമുദായക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് വിലപിക്കുന്ന എല്ലാവരും ഇത്തരം ജാഗ്രത പുലർത്തണം. മിശ്ര വിവാഹമോ ഷഹനമാരോ ഏതാണ് ഭേദം എന്ന് ചിന്തിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും 4 മുസ്ലിം വോട്ടുകൾ നേടണം എന്ന കണക്കുകൂട്ടലിൽ ഡിസംബർ 6 കോഴിക്കോട് അയോധ്യ ദിനം വരെ ആചരിച്ച CPM-കാരെ നാസർ ഫൈസിയുടെ വാക്കുകൾ വല്ലാതെ ഞെട്ടിച്ചിരിക്കണം. അതുകൊണ്ട് CPM-ന് ഫൈസിയുടെ വാക്കുകളെ വളരെ സൂക്ഷിച്ച് നേരിടേണ്ട സ്ഥിതിയായി. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഫൈസി സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഉരുണ്ടുകളിച്ചു. ഫൈസിയുടെ വാക്കുകൾ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന DYFI നേതാവ് KV സനോജിന്റെ പ്രതികരണം ആർക്കും ആരെക്കുറിച്ചും പറയാം. പരിഷ്കൃതം എന്നാൽ ഞങ്ങൾ പറയുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ സ്ഥിരം പ്രതികരണമാണ്. പുരോഗമനം, പരിഷ്കൃതം തുടങ്ങിയവയുടെ കുത്തക തങ്ങൾക്കാണെന്ന് അവർ കരുതുന്നു. അവർ കാണിക്കുന്നതെല്ലാമാണ് പരിഷ്കൃതം എന്ന് അവർ കരുതുന്നു. ഇവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. സമൂഹത്തെയും സാമൂഹിക ഘടനയെയും നശിപ്പിക്കുന്ന പ്രവണതകളാണ് പരിഷ്കൃതം എന്ന് കരുതുന്നവർക്ക് ഇത്തരം പ്രതികരണങ്ങളെ സാധിക്കൂ. എന്നാൽ അങ്ങനെ കരുതാത്തവർ ധാരാളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്ന്. പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായ ആർക്കും ആരെയും വിവാഹം കഴിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം തരുന്നുണ്ട്. പക്ഷെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും ഒപ്പം നിന്നവരെയും എല്ലാം കണ്ണീരിലാഴ്ത്തി എടുക്കുന്ന തീരുമാനങ്ങളാണോ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സംഘപരിവാറുകാരും ക്രൈസ്തവരും മുസ്ലിമുകൾക്കെതിരെ ഉന്നയിച്ചു വരുന്ന ലവ് ജിഹാദ് ആരോപണം തന്നെ മുസ്ലിം സംഘടനകളും ആരോപിക്കുന്നതായി SFI തിരിച്ചടിച്ചു. SFI മതങ്ങളെ തള്ളിപ്പറയുന്നില്ല, പിന്നെയോ മതേതരത്വത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മതത്തിന്റെ പേരിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ എതിർക്കും. AVBP ക്യാമ്പസ് ഫ്രണ്ട്, SIO തുടങ്ങിയവയിലേക്ക് കുട്ടികളുടെ പ്രവാഹം ഉണ്ടാകാത്തത് SFI ഉള്ളതുകൊണ്ടാണെന്ന് അവർ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ പറഞ്ഞു. എത്ര അവാസ്തവമാണ് ഈ പ്രസ്താവന!
കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും കൂടുതൽ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ദൈവവിശ്വാസികൾക്കല്ലേ? റഷ്യയിലും ചൈനയിലും കൊറിയയിലും വിയറ്റ്നാമിലും ക്യൂബയിലും എല്ലാം എന്തുമാത്രം വൈദികരും വിശ്വാസികളും വിശ്വാസത്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടു. കേരളത്തിലെ പാർട്ടിക്ക് ദൈവവിശ്വാസ അപചയം വർദ്ധിക്കുന്നതായി CPM ദേശീയ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യമൊന്നും മറക്കാത്തവരുണ്ട്. ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യത്തിന് നൽകുന്ന അവകാശത്തിന്മേൽ ഒന്നും ചെയ്യാനാവാത്തതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇത്തരം സമീപനം എടുക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് പോർട്ടലായ മറുനാടൻ മലയാളി നല്ല പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്ത അക്ഷയയുടെ കഥ പ്രസക്തമാണ്. തൊടുപുഴ പോലീസ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത ക്രൈസ്തവ യുവതിയാണ് അക്ഷയ. കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി. സോഷ്യോളജിയിൽ 85% മാർക്കോടെ ഡിഗ്രി എടുത്തവൾ. പാടാനും പ്രസംഗിക്കാനും ഒക്കെ മിടുക്കി. അതിന് നേടിയ സമ്മാനങ്ങൾ അവളുടെ നെല്ലിക്കുഴിയിലെ വീട്ടിൽ ധാരാളമുണ്ട്. പ്രായം 22 വയസ്സ്. അവളെയും കൂട്ടുകാരൻ യൂനസ് റസാക്കിനെയും 5 ലക്ഷം രൂപ വിലയുള്ള 6.6 ഗ്രാം MDMA-യുമായി ഹോട്ടൽ മുറിയിൽ നിന്നും തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് പിടിയിലായ അക്ഷയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉയർത്തുന്ന നിലവിളി ആരുടെയും കരൾ അലിയിപ്പിക്കുന്നതാണ്. ഹൃദയസ്പർശിയായ ഹ്യൂമൻ സ്റ്റോറിയായിട്ടും അക്ഷയുടെ നിലവിളിയോ കഥയോ മുഖ്യധാര മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ വായനക്കാരിലേക്ക് എത്തിച്ചില്ല. എന്നാൽ സമൂഹം കേൾക്കേണ്ട ആ നിലവിളി ന്യൂസ് പോർട്ടലായ മറുനാടൻ മലയാളി നല്ല പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്തു. അവരുടെ ലേഖകൻ കോതമംഗലത്തെ നെല്ലിക്കുഴിയിലെ അക്ഷയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മകളുടെ തോന്നിവാസത്തിൽ അപമാനം കൊണ്ട് തളർന്ന കുടുംബം കഥ വിവരിച്ചതല്ലാതെ ക്യാമറയ്ക്ക് മുഖം കൊടുത്തില്ല എന്ന് മറുനാടൻ മലയാളി പറയുന്നു. അക്ഷയ വാരിക്കൂട്ടിയ സമ്മാനങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുവാൻ പക്ഷേ അവർ സമ്മതിച്ചു. ബിരുദം നേടിയ അക്ഷയ ജോലിക്കായി കൊച്ചിയിലെത്തി. അവിടെ വെച്ച് യൂനസിനെ പരിചയപ്പെട്ട് പ്രണയത്തിലായി. വിവരം അക്ഷയുടെ വീട്ടുകാരറിഞ്ഞു. അവർ മകളെ ബന്ധത്തിൽ നിന്നും പിന്മാറ്റുവാൻ ശ്രമിച്ചു. അവൾ സമ്മതിച്ചില്ല. വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. താൻ അക്ഷയെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് യൂനസ് പോലീസിനോട് പറഞ്ഞു. താൻ ചതിക്കപ്പെട്ടതായി അവൾക്ക് മനസ്സിലായി. വീട്ടുകാർ മകളെ തിരിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു. യൂനസ് വീണ്ടും അവളെ തേടി വന്നു. അവർ വീണ്ടും ബന്ധത്തിലായി. അക്ഷയുടെ അപ്പൻ സംഭവം കണ്ടുപിടിച്ചു. അപ്പന്റെ സമീപനം കണ്ട മകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ട മകളെ രക്ഷിക്കാൻ അപ്പൻ യൂനസിന്റെ വീട്ടിൽ വിവാഹാലോചനയുമായി എത്തി. അന്യമതത്തിൽപ്പെട്ട കുട്ടിയെ ഒരു കാരണവശാലും യൂനസുമായി വിവാഹം കഴിപ്പിക്കില്ലെന്ന് അവന്റെ വീട്ടുകാർ തീർത്തു പറഞ്ഞു. അതോടെ വീട്ടുകാർ നിസ്സഹായരായി. അക്ഷയ വീട്ടിലിരിപ്പായി. യൂനസ് വീണ്ടും അവളെ തേടി വന്നു. കൂടെ കൊണ്ടുപോയി. ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതായി പോലീസിന് വിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് കൊടിയ മയക്കുമരുന്നുമായി അവരെ പിടികൂടിയത്. പോലീസ് പിടിയിലായ അവൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നത്. പിടിക്കപ്പെട്ടതിന്റെ സങ്കടം കൊണ്ടല്ല, മയക്കുമരുന്നിന്റെ ലഹരിയിലാണ് അവൾ കരയുന്നത് എന്ന് പറയുന്നവരുണ്ട്. കാരണം എന്തായാലും ഇത്തരം കെണികളിൽ നമ്മുടെ യുവതികൾ വീഴുന്നു അഥവാ വീഴ്ത്തപ്പെടുന്നു എന്ന സാമൂഹിക യാഥാർത്ഥ്യം അവഗണിക്കാനാവുന്നതല്ല. പ്രണയം നടിച്ച് യുവതികളെ കൂടെ കൂട്ടി മയക്കുമരുന്ന് കച്ചവടം നടത്തുവാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നത് ആരെയാണ് ഭയപ്പെടുത്താത്തത്? ഇതിനെല്ലാം ഇരയാക്കപ്പെടുന്നത് ക്രൈസ്തവ ഹൈന്ദവ യുവതികൾ മാത്രമാണെന്നതും സമകാലീന യാഥാർത്ഥ്യമാണ്. ഇതിനെയല്ലേ നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കെണിയിലായവരിൽ പുരുഷന്മാരെ മാത്രം രക്ഷിക്കുവാൻ അവരുടെ ആൾക്കാർ വരുന്നത് കാണുമ്പോൾ മറ്റെന്താണ് പറഞ്ഞു പോവുക? യൂനസിന്റെ മാതാപിതാക്കളോ അതുപോലുള്ള സുമനസ്സുകളായ ആരെങ്കിലുമോ അറിഞ്ഞാവില്ല ഇത്തരം കെണികൾ ഉണ്ടാക്കപ്പെടുന്നത്. മയക്കുമരുന്ന് ലോബിയുടെ തന്ത്രപൂർവമായ ഇടപെടലാവാം എല്ലാറ്റിനും പിന്നിൽ. പക്ഷേ ഇത്തരം കെണികളിൽ വീഴുന്നത് ക്രൈസ്തവ ഹൈന്ദവ യുവതികൾ മാത്രം ആയി പോകുന്നു. മാതാപിതാക്കളും സമുദായ നേതാക്കളും വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. കെണിയിൽപ്പെടുന്ന പെൺകുട്ടികളെ രക്ഷിക്കുന്നതിനായി അവർക്ക് അഭയം കൊടുക്കുന്നതിനായി തലസ്ഥാനത്ത് അഭയ എന്ന പുണ്യകേന്ദ്രത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത കവയത്രി സുഗതകുമാരി ഒരിക്കൽ ചോദിച്ചു, നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? ചതികളുടെ നിറം പിടിപ്പിക്കാത്ത ഒരു പിടി ദാരുണ കഥകൾ കേട്ടിട്ടും എന്തേ അവർ വീണ്ടും വീണ്ടും കെണിയിൽ വീഴുന്നു? ആ പെൺകുട്ടികൾ കേൾക്കണം അക്ഷയുടെ ഈ ദാരുണ വിലാപം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്
എഴുതാനും വായിക്കാനും അറിയാത്തവർ പോലും A+ഓടെ SSLC പാസ്സാകുന്നു എന്ന സത്യം പറഞ്ഞ വിദ്യാഭ്യാസ ഡയറക്ടറെ ക്രൂശിക്കാൻ നോക്കാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കൂട്ടിയില്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരുടെ ഒരു സമൂഹമാകും ക്ലാസ് മുറികളിൽ രൂപം കൊള്ളുക. മക്കോള പ്രഭു ഇന്ത്യക്കാർക്കായി ഉണ്ടാക്കിയ വിദ്യാഭ്യാസത്തിന് ക്ലർക്കുമാരെ സൃഷ്ടിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നു. നമ്മുടെ സർക്കാരുകൾ ഉണ്ടാക്കുന്ന പുതിയ നയമോ? 2013 വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകറും 2016 MS ജയയും പുറപ്പെടുവിച്ച ആശങ്ക തന്നെയാണ് ഷാനവാസും പുറപ്പെടുവിച്ചത്. ബിജു പ്രഭാകറും ജയയും കൊടുത്ത റിപ്പോർട്ടുകൾ ആരും പരിഗണിച്ചില്ല. ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നിശ്ചയിക്കണം എന്ന ജയയുടെ നിർദ്ദേശം അംഗീകരിച്ചാൽ തന്നെ പ്രശ്നം പാതി പരിഹരിക്കപ്പെടും. 2013 മുതൽ SSLCക്ക് A+ നേടുന്നവർ പെരുകുകയാണ്. അന്ന് ലീഗിലെ PK അബ്ദുൾ റബ്ബായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. എന്നും 94% മുകളിലാണ് വിജയം. 2013 10,073 പേർക്കും 2014 14,802 പേർക്കും 2015 15,430 പേർക്കും 2016 22,879 പേർക്കും 2017 20,967 പേർക്കും 2018 34,313 പേർക്കും 2019 37,334 പേർക്കും 2020 41,906 പേർക്കും 2021 1,21,318 പേർക്കും 2022 44,363 പേർക്കും 2023 68,604 പേർക്കും A+ കിട്ടി അഥവാ കൊടുത്തു. ഇങ്ങനെ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നത് നിർത്തണം, ഷാനവാസ് നിർദ്ദേശിച്ചു. കുട്ടികൾ ചതിക്കപ്പെടുകയാണ്. നമ്മുടെ പരീക്ഷയിലെ ജയത്തിന് കേരളത്തിന് പുറത്ത് അംഗീകാരം ഇല്ലാതെ വരും. കുട്ടികൾ പറയുന്നത് പോലെ എല്ലാം വിട്ടുകൊടുക്കരുത്. 69,000 പേർക്ക് A+ എന്ന് വെച്ചാൽ ഷാനവാസ് ചോദിച്ചു, എന്ത് പരീക്ഷയാണ്? കേരളം ഭാരതത്തിനാകെ മാതൃകയാണെന്ന് ശിവൻകുട്ടി പറയുന്നു. എങ്കിൽ പിന്നെ എന്തേ കുട്ടികൾ കേരളത്തിന് വെളിയിലേക്ക് ഒഴുകുന്നു? 1982 കരുണാകരൻ മന്ത്രിസഭയുടെ കാലം. TM ജേക്കബാണ് വിദ്യാഭ്യാസ മന്ത്രി. മധ്യ തിരുവിതാംകൂറിലെ ഒരു സർക്കാർ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവരെല്ലാം തോറ്റു. ജൂൺ 1 അധ്യയന വർഷം ആരംഭിച്ച ദിവസം സ്കൂളിലെത്തിയ അധ്യാപകർക്ക് നാട്ടുകാരുടെ വക സ്വീകരണം ഉണ്ടായിരുന്നു. ചെരുപ്പുമാലയിട്ടായിരുന്നു അത്. വലിയ ബഹളമായി. വാർത്ത കണ്ട് മന്ത്രി അത് തയ്യാറാക്കിയ ലേഖകനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കി. നാട്ടിൽ അടിയന്തരമായി PTA കൂടി. പഞ്ചായത്ത് പ്രസിഡന്റും സംബന്ധിച്ചു. അധ്യാപകർ ആ വർഷം 10ലെത്തിയ എല്ലാ കുട്ടികളെയും കൊണ്ടുവന്നു. മലയാളത്തിലെ 56 അക്ഷരം തെറ്റാതെ എഴുതാമെന്ന് ഉറപ്പുള്ള ആരുണ്ട്? അവർ കുട്ടികളോട് ചോദിച്ചു. ആരും ഉണ്ടായിരുന്നില്ല. KJ മാത്യു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കാലം തലസ്ഥാനത്തെ ഒരു ആർച്ച് ബിഷപ്പിനെ കാണാൻ അദ്ദേഹം ചെന്നു. കുശലം പറയുന്നതിനിടയിൽ തിരുമേനി ചോദിച്ചു, മാതൃകേരളത്തിൽ SSLCക്ക് തോൽക്കാൻ വല്ല മാർഗവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല പിതാവേ. പരീക്ഷാ ഹാളിൽ വന്ന് ഉത്തരകടലാസ് കയ്യിലെടുത്തെങ്കിൽ ജയിച്ചിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തെയും ഇത് ബാധിച്ചു. തോൽക്കാതെ ജയിച്ചു വന്നവർ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയായി. ആത്മഹത്യ കഴിയുമ്പോൾ അധ്യാപകരാവും പ്രതിയാക്കപ്പെടുക. ഭയന്ന് ജയിപ്പിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റും ഉണ്ടാകുന്ന ഗുണനിലവാര തകർച്ച ഭീകരമാണ്. ചാനൽ ചർച്ചയിൽ വന്ന AIDSOയുടെ പ്രതിനിധി ഷാജർ ഖാൻ പറഞ്ഞു, അവർ ഭീമ ഹർജി ഒപ്പിടുവിക്കാൻ നടത്തിയ ശ്രമത്തിൽ പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത ബിരുദധാരികളെ കണ്ടു എന്ന്. പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റുമുള്ള ഒരു വനിതാ നേതാവിന്റെ ഇംഗ്ലീഷ് വാർത്തകളിൽ പരിഹസിക്കപ്പെട്ടത് സമീപകാലത്തല്ലേ? അവർ ഒറ്റപ്പെട്ടവരല്ല. സമൂഹത്തിൽ തെറ്റായ സന്ദേശം പടർത്തും എന്ന് പലരും ഭയപ്പെടുന്ന കാതൽ സിനിമയ്ക്ക് നേരെ സമൂഹത്തിന്റെ തിരിച്ചടി ആരംഭിച്ചു. സ്വവർഗ അനുരാഗികളെ കുറിച്ച് എടുത്ത ചലച്ചിത്രത്തിലെ കഥാപാത്രങ്ങളെല്ലാം ക്രൈസ്തവരായതിനെതിരെ ക്രൈസ്തവ നേതൃത്വം ഉയർത്തിയ വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചവർക്ക് ഫറൂഖ് കോളേജിൽ നിന്നും കിട്ടിയ തിരിച്ചടി ഒരു സൂചനയാണ്. ഓട്ടോണമസ് കോളേജ് അവിടുത്തെ ഫിലിം ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് കാതലിന്റെ സംവിധായകൻ ജിയോ ബേബി വിളിക്കപ്പെട്ടു. പരിപാടി നടക്കുന്നതിന്റെ തലേന്ന് കോളേജ് പരിപാടി റദ്ദാക്കി. വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ജിയോ ബേബി വല്ലാതെ പ്രതികരിച്ചു. എന്നെ അപമാനിക്കുകയായിരുന്നു എന്നും കോളേജിനെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ വിഷയം വിവാദമാക്കി. കോളേജ് തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ വൈറലായി. ആയിരങ്ങൾ പോസ്റ്റിനോട് പ്രതികരിച്ചു. 100 കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു. ഒരാൾക്ക് ഒരിണ എന്നത് തെറ്റാണ്. വിവാഹം ദുഷിച്ച വ്യവസ്ഥിതിയാണ്.
കുടുംബം ഒരു മോശം സ്ഥലമാണ്. എന്റെ സിനിമ കണ്ട് 10 വിവാഹമോചനമെങ്കിലും സംഭവിച്ചാൽ ഞാൻ സന്തോഷവാനാണ്. ഈ ടൈപ്പ് ഇനിയും ഒരുപാടുണ്ട് ജിയോ ബേബിയുടെ വചനങ്ങൾ. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനെ കേൾക്കില്ല എന്നാണ് ഫറൂഖ് കോളേജിലെ കുട്ടികൾ തീരുമാനിച്ചത്. നവാസ് ഓർമ്മിപ്പിച്ചു. തടുക്കുമെന്നോ തടയുമെന്നോ പറയാൻ അനുവദിക്കില്ലെന്നോ അവർ പറഞ്ഞില്ല. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം പോലെ കുട്ടികൾക്ക് കേൾക്കാതിരിക്കാനുള്ള അവകാശവുമുണ്ട്. ക്ഷണിച്ചത് യൂണിയനല്ല, അദ്ദേഹം പറഞ്ഞു. ഫറൂഖ് കോളേജ് പരിപാടി റദ്ദാക്കി. പറയാനുള്ള അവകാശം പോലെ കേൾക്കാതിരിക്കാനും അവകാശമില്ലേ? പ്രസംഗിക്കാൻ വിളിച്ച ഒരാളുടെ ചിന്തകൾ തങ്ങൾക്ക് എതിരാണെന്ന് വന്നാൽ അയാളുടെ പരിപാടി റദ്ദാക്കുന്നതിൽ എന്ത് അപാകത? കോളേജ് കാണിച്ചത് താലിബാനിസമാണ്. സംഘികളോട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നവർ ഇങ്ങനെ ചെയ്യണം എന്ന് നവാസിന്റെ നിലപാടിനെ വിമർശിച്ചവർ ഉണ്ടെങ്കിലും കൂടുതൽ പേരും അനുകൂലികളായിരുന്നു. ദുഷിച്ച സിനിമകളോട് തക്ക രീതിയിൽ പ്രതികരിക്കുന്നവരും രംഗത്ത് വരുന്നതിന്റെ അടയാളമായി ഈ തിരിച്ചടിയെ കാണുന്നവരുണ്ട്. കേരളത്തിലെ കോൺഗ്രസുകാർ വല്ലാത്ത പതനത്തിലാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടതുമുന്നണിക്ക് പിന്തുണയാകും. തെറ്റ് തിരുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പോലും പറയുക. അതായത് കോൺഗ്രസുകാർ ഇങ്ങനെ പറയരുത് എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് പോലെ. അതേസമയം അങ്ങനെ പറയുന്നവർ BJPക്കാർക്ക് KV തോമസ് ലൈൻകാരാവും. TM പ്രതാപൻ MP ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പറഞ്ഞത് കേരള യാത്രയുടെ വിജയമായി. AK ബാലനെ പോലുള്ളവർ പറഞ്ഞു, ഭയങ്കരം. ഇനി കേരളത്തെ കുറ്റം പറഞ്ഞാലോ സംഘികളാവും. ഇവിടെയാണ് സത്യത്തിന്റെ ധൈര്യം കരുത്തു പകരേണ്ടത്. സത്യം പറയുക. കേരളം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നതിനും കണക്കുകൾ വേണ്ടേ? സമയത്ത് കൊടുക്കാത്തതിനും ധനകാര്യ കമ്മീഷന്റെ അവഗണനയ്ക്കുമെതിരെ അന്ന് പരിഹാരം നേടാതിരുന്നതും അടക്കം ധനകാര്യ മാനേജ്മെന്റിൽ വരുന്ന വീഴ്ചകളെ തുറന്നു കാണിക്കുക. ഒപ്പം കേരളത്തോട് കാണിക്കുന്ന അവഗണനകളും. ഏറ്റവും അവസാനമായി സ്കൂൾ ഉച്ചഭക്ഷണത്തിന് കഴിഞ്ഞ വർഷം കൊടുത്ത 32.34 കോടി രൂപ വരെ കേരളം ചെലവാക്കാനുണ്ടെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ വെളിപ്പെടുത്തുന്നു. കേരളം ഇപ്പോൾ പറയും കണക്ക് തെറ്റാണെന്ന്. പാർലമെന്റിൽ പറയുന്ന കണക്ക് തെറ്റാവുമോ? ആര് വിശ്വസിക്കും? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലുങ്കാന, മിസോറാം സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റത് ഇന്ത്യ മുന്നണിയല്ല കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതിന് വലിയ രാഷ്ട്രീയ ജ്ഞാനമൊന്നും വേണ്ട. കാരണം ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ലാതെ ഇന്ത്യക്കാർ ആരുമില്ല. തെലുങ്കാനയിൽ 1 സീറ്റിൽ CPI ജയിച്ചു. രാജസ്ഥാനിൽ 2 സീറ്റിലും CPM തോറ്റു. മധ്യപ്രദേശിലെ 230 സീറ്റിൽ 163 ഇടത്തും BJP ജയിച്ചു. അവർക്കുണ്ടായിരുന്നത് 109 സീറ്റായിരുന്നു. 2018 കോൺഗ്രസ് ജയിച്ച സംസ്ഥാനമാണിത്. പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അസ്വസ്ഥതകൾ മുതലാക്കി BJP മധ്യപ്രദേശ് പിടിച്ചു. 2018 114 സീറ്റ് കിട്ടിയ കോൺഗ്രസിന് കിട്ടിയത് 66 സീറ്റ് മാത്രം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 29 സീറ്റിൽ 28ഉം മോദിക്കായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ 2024 കോൺഗ്രസിന്റെ നില മെച്ചപ്പെടാനാണ് സാധ്യത. 2 സീറ്റ് പിടിക്കാനായാൽ ഇരട്ടി വിജയമല്ലേ? രാജസ്ഥാനിലെ 199 സീറ്റിൽ BJP 115 നേടി. 2018 ഉണ്ടായിരുന്നത് 73 സീറ്റായിരുന്നു. കോൺഗ്രസ് 100 സീറ്റിൽ നിന്നും 69ലേക്ക് വീണു. 2018 കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടും 2019 രാജസ്ഥാനിലെ 25 ലോക്സഭാ സീറ്റിൽ 24ഉം BJPക്കായിരുന്നു. ഛത്തീസ്ഗഡിലെ 90 സീറ്റിൽ BJP 54 നേടി. അവരുടെ സീറ്റ് നില 15ൽ നിന്നും 54 ആയപ്പോൾ കോൺഗ്രസ് 71ൽ നിന്നും 35ആയി താണു. അവിടുത്തെ 11 സീറ്റിൽ 9ഉം BJP മുന്നണിക്കായിരുന്നു. കോൺഗ്രസിന് കിട്ടിയത് 2 സീറ്റാണ്. തെലുങ്കാനയിലെ 119 സീറ്റിൽ കോൺഗ്രസ് 64 നേടി. അവർക്കുണ്ടായിരുന്നത് 19 സീറ്റാണ്. തെലുങ്കാന ഭരിച്ചിരുന്ന BRS 88ൽ നിന്നും 39ലേക്ക് താണു. BJP 1ൽ നിന്നും 8ലേക്ക് ഉയർന്നു. 2019 അവിടുത്തെ 17 സീറ്റിൽ 9 എണ്ണം BRSഉം 4 സീറ്റ് NDAയും കോൺഗ്രസ് 3 സീറ്റും OICയുടെ പാർട്ടി 1 സീറ്റും നേടി. സെമി ഫൈനലിൽ BJP ജയിച്ചു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിൽ എല്ലാ കളിയിലും ജയിച്ച ഇന്ത്യ ഫൈനലിൽ തോറ്റതുപോലെ BJPക്ക് തിരിച്ചടി കിട്ടിക്കൂടുന്നില്ല. തോൽവിയിൽ നിന്നും പാഠം പഠിച്ച് കൂടുതൽ ആവേശത്തോടെ ഒന്നിച്ചു നിന്നാൽ 2019 മെച്ചമായ നില ഉറപ്പിക്കാനാവും. പക്ഷെ ഒന്നുണ്ട്, കോൺഗ്രസ് ഇല്ലാതെ ഒന്നും നടക്കില്ല.
അവർക്കിപ്പോൾ നേതൃപരമായ പങ്കിന് അർഹതയുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും രാഹുൽ ഗാന്ധിയാണ്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് പോരാട്ട വീര്യത്തോടെ കളത്തിൽ ഇറങ്ങിയാൽ ചിത്രം മാറും. ജാതി സെൻസസ് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കണം. അതിന് ചാനൽ ചർച്ച പോരാ, ജനങ്ങൾക്ക് ഒപ്പം എത്തണം. രാഹുൽ മത്സരിക്കുന്നത് ആർക്കെതിരെ? പിണറായി ചോദിച്ചു. അത് തീരുമാനിക്കുന്നത് മത്സരിക്കുന്നവരല്ലേ? ഫലത്തിൽ പിണറായിയും BJPയും ആവില്ലേ തീരുമാനിക്കുന്നത്? ഷീലോന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.